കാർഷിക വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പകൽ താപനില ഗണ്യമായി ഉയർന്നു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്താൽ ഒട്ടുമിക്ക ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിംഗ് സ്തംഭിക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. പുതിയ കുരുമുളക് വിൽപ്പനയ്ക്ക് എത്തിത്തുടങ്ങി. ഏലക്കാവില 3000 രൂപയ്ക്ക് മുകളിലെത്തി. കൊച്ചി വിപണിയിൽ 4ാം ഗ്രേഡ് റബ്ബറിന് 19,000 രൂപയിലും 5ാം ഗ്രേഡിന് 18,700 രൂപയിലും വിപണനം നടന്നു. ലാറ്റക്സ് 12,800 രൂപയ്ക്ക് ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ ശേഖരിച്ചു. ജാപ്പാനീസ് വിപണിയിൽ പിന്നിട്ട വാരം റബ്ബറിന് 5% വിലയിടിവ് സംഭവിച്ചതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് നിരക്ക് വീണ്ടും താഴ്ന്നു. എന്നിട്ടും റബ്ബർ വ്യവസായികൾ ചരക്കിൽ താൽപര്യം കാണിച്ചിട്ടില്ല. ബാങ്കോക്കിൽ 3ാം ഗ്രേഡ് 20,330 രൂപയിൽ വിപണനം നടന്നു. ഹൈറേഞ്ചിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും പുതിയ കുരുമുളക് വിൽപ്പനയ്ക്കെത്തി തുടങ്ങി. പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപാദനം ചുരുങ്ങുമെന്ന് വ്യക്തമായതിനാൽ വൻകിട കർഷകർ പുതിയ മുളക് കരുതൽ ശേഖരത്തിലേക്ക് നീക്കാൻ ഉത്സാഹിക്കുന്നു. വിളവ് കുറവാണെങ്കിലും ഉയർന്ന കാർഷിക ചിലവുകളും ബാങ്ക് വായ്പാ തിരിച്ചടവുകളും മുൻനിർത്തി ചെറുകിട കർഷകർ ആദ്യ ചരക്ക് വിപണിയിലിറക്കാൻ നിർബന്ധിതരായി. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലെ വിലയെ അപേക്ഷിച്ച് അൺഗാർബിൾഡ് കുരുമുളക് വില കിൻഡലിന് 10,000 രൂപ ഉയർന്ന് 65,500 രൂപയിൽ വ്യാപാരം നടക്കുന്നു. പ്രതികൂല കാലാവസ്ഥ മൂലം വിളവ് ചുരുങ്ങിയ സാഹചര്യത്തിൽ ഓഫ് സീസണിൽ മുളക് വിലയിൽ വൻ കുതിച്ചുചാട്ടം തോട്ടം മേഖല പ്രതീക്ഷിക്കുന്നു. കൊച്ചിയിൽ മുളക് 65,500 രൂപയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഏലക്ക വില തുടർച്ചയായ 15 ലേലങ്ങൾക്ക് ശേഷം ഏറെ നിർണായകമായ 3,000 രൂപയ്ക്ക് മുകളിൽ ഇടം കണ്ടെത്തി. താപനില ഉയരുന്നതിനാൽ ഏലത്തോട്ടങ്ങളിൽ നിന്നും കർഷകർ പിന്നോക്കം വലിയുന്നത് നിരക്ക് ഉയർത്തി ചരക്ക് സംഭരിക്കാൻ വാങ്ങലുകാരെ പ്രേരിപ്പിക്കാം. ശരാശരി ഇനങ്ങൾ കിലോ 3,047 രൂപയിലും മികച്ച ഇനങ്ങൾ 3,261 രൂപയിലും ഇടപാടുകൾ നടന്നു. കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും ലേല കേന്ദ്രങ്ങളിൽ സജീവമാണ്. ഇന്ന് നടന്ന ലേലത്തിൽ മൊത്തം 33,017 കിലോ ഏലക്കയുടെ വിൽപ്പന നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിളകൾക്ക് മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഗ്യാരണ്ടി ആവശ്യപ്പെട്ട് കർഷക സംഘങ്ങളുമായി കേന്ദ്ര സർക്കാർ ചർച്ചകൾ പുനരാരംഭിക്കും. BJP ഡൽഹി തിരിച്ചുപിടിച്ചതിനു പിന്നാലെ കേന്ദ്ര സർക്കാരും കർഷകരും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിക്കുകയാണ്. വിളകൾക്ക് മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഗ്യാരണ്ടിയാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. നിലവിൽ സർക്കാർ താങ്ങുവില നൽകുന്നുണ്ടെങ്കിലും നിയമപരമായ സാധ്യതയാണ് കർഷകരുടെ ആവശ്യം. കർഷകരിൽ ഒരു പ്രധാന വിഭാഗം പഞ്ചാബിൽ നിന്നുള്ളവരാണ്. കഴിഞ്ഞ മാസം പഞ്ചാബിനും ഹരിയാനയ്ക്കുമിടയിലുള്ള അതിർത്തിയിൽ മരണം വരെ നിരാഹാര സമരം നടത്തുന്ന കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് വൈദ്യസഹായം സ്വീകരിക്കാൻ സമ്മതിച്ചിരുന്നു. കർഷകരിൽ നിന്ന് സർക്കാർ വിളകൾ വാങ്ങുന്ന വിലയാണ് മിനിമം താങ്ങുവില. ഇത് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നിശ്ചിത വരുമാനം ഉറപ്പു നൽകുന്നു. വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളുടെ സമയങ്ങളിൽ അല്ലെങ്കിൽ വിപണി മിനിമം താങ്ങുവിലയ്ക്ക് താഴെയാകുമ്പോൾ ഇത് കർഷകർക്ക് ഗുണകരമാവുന്നു. 2020-21 കർഷക സംഘങ്ങൾ ഡൽഹി അതിർത്തിയിൽ നടത്തിയ പ്രക്ഷോഭം പിൻവലിച്ചത് സർക്കാർ മിനിമം താങ്ങുവില ഉറപ്പു നൽകിയതിനെ തുടർന്നായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2025 കാർഷിക മേഖല വളർച്ച കൈവരിക്കുന്നതായി ജിയോജിത് ഫൈനാൻഷ്യൽ സർവീസസ്. റാബി വിളകളിലാണ് പ്രധാനമായും മുൻവർഷത്തേക്കാൾ അധിക വളർച്ച പ്രകടമാകുന്നത്. ആന്ധ്രാപ്രദേശിലെ റാബി വിത ബുധനാഴ്ച വരെ 1.7 ദശലക്ഷം ഹെക്ടറിലെത്തി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ 1.5 ദശലക്ഷം ഹെക്ടറിൽ നിന്ന് 14.8% വർധനവുണ്ടായതായാണ് സംസ്ഥാന കൃഷി വകുപ്പിന്റെ റിപ്പോർട്ട്. ഉഴുന്ന് കൃഷിയും ഒരു വർഷം മുൻപുള്ള 2,29,000 ഹെക്ടറിൽ നിന്ന് 2,66,000 ഹെക്ടറായി ഉയർന്നിട്ടുണ്ട്. എല്ലാ പയറുവർഗ്ഗങ്ങളുടെയും വിതയും കഴിഞ്ഞ വർഷത്തെ 6,09,000 ഹെക്ടറിൽ നിന്ന് 7,07,000 ഹെക്ടറായി വ്യാപിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ മൺസൂണിന് ശേഷം റാബി വിളകൾ വിതച്ച ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നു. സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്ന പ്രധാന റാബി വിളകളിൽ നെല്ല്, ചോളം അല്ലെങ്കിൽ ദേശി ചന, ഉഴുന്ന, നിലക്കടല എന്നിവ ഉൾപ്പെടുന്നു. നിലവിലെ സീസണിൽ ആന്ധ്ര 2.3 ദശലക്ഷം ഹെക്ടർ വിതയ്ക്കൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതിൽ 75% ഇതുവരെ നേടിയതായി റിപ്പോർട്ട് പറയുന്നു. ഇതുവരെയുള്ള നെല്ല് വിത 6,09,000 ഹെക്ടറായി രേഖപ്പെടുത്തി. ഒരു വർഷം മുൻപ് ഇത് 5,11,000 ഹെക്ടറായിരുന്നു. ചോളം, ജോവർ, എണ്ണക്കുരുക്കൾ, നിലക്കടല, പുകയില എന്നിവയുടെ കൃഷിയിലും വലിയ വളർച്ച പ്രകടമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്പൈസസ് സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് സംഘടിപ്പിക്കും. ഫെബ്രുവരി 19 മുതൽ 21 വരെയാണ് കോൺക്ലേവ് നടത്തുന്നത്.
കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ചാണ് ഐഡിയത്തോൺ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 15-നകം വിദ്യാർത്ഥികൾ, സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ എന്നിവരുടെ ആശയങ്ങൾ ഓൺലൈനായി സമർപ്പിക്കണം. കോഴിക്കോട് ICAR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഫെബ്രുവരി 19 മുതൽ 21 വരെയാണ് സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് നടത്തുന്നത്. സുഗന്ധവ്യഞ്ജന കൃഷി, സംസ്കരണം എന്നിവയിൽ നൂതന ആശയങ്ങൾ സൃഷ്ടിക്കുകയും സംരംഭകത്വം വളർത്തുകയും ചെയ്യുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. 3 ദിവസത്തെ കോൺക്ലേവിൽ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ സാധ്യതകൾ, സുഗന്ധവ്യഞ്ജന അധിഷ്ഠിത സംരംഭകത്വത്തിന്റെ ഭാവി, സുഗന്ധവ്യഞ്ജന വ്യവസായത്തിലെ സാങ്കേതിക പുരോഗതി എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിരിക്കും. ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഡയറക്ടർ ജോർജ് നൈനാൻ ഐഡിയത്തോൺ ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 20 നടക്കുന്ന സമാപന ചടങ്ങിൽ സംസ്ഥാന കൃഷി മന്ത്രി P. പ്രസാദ് മുഖ്യാതിഥിയായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 6.22 ലക്ഷം കർഷകർ പുതിയതായി ജൈവ കൃഷിക്ക് രജിസ്റ്റർ ചെയ്തതായി മന്ത്രി. സർക്കാർ സാമ്പത്തിക സഹായവും സർട്ടിഫിക്കേഷനും വർദ്ധിപ്പിച്ചു. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി 6.22 ലക്ഷം കർഷകർ ജൈവിക് ഖേതി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ രാജ്യസഭയിൽ രേഖാമൂലം അറിയിച്ചതാണിത്. നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ, പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം എന്നിവ പ്രകാരം സാക്ഷ്യപ്പെടുത്തിയ മൊത്തം ജൈവകൃഷി വിസ്തീർണം വിവിധ സംസ്ഥാനങ്ങളിലായി 59.74 ലക്ഷം ഹെക്ടറാണെന്നും അദ്ദേഹം അറിയിച്ചു. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ 2 പ്രധാന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പരമ്പരാഗത് കൃഷി വികാസ് യോജന, മിഷൻ ഓർഗാനിക് വാല്യൂ ചെയിൻ ഡെവലപ്മെന്റ് ഫോർ ദി നോർത്ത് ഈസ്റ്റേൺ റീജിയൻ എന്നീ പദ്ധതികൾ. ഈ പദ്ധതികൾ ഉൽപാദനം മുതൽ സംസ്കരണം, സർട്ടിഫിക്കേഷൻ, വിപണനം എന്നിവ വരെ സമഗ്രമായ പിന്തുണ നൽകുന്നു. PKVY പ്രകാരം കർഷകർക്ക് 3 വർഷത്തേക്ക് ഒരു ഹെക്ടറിന് 31,500 രൂപ സഹായം ലഭിക്കുന്നു. ജൈവ ഇൻപുട്ടുകൾക്കായി 15,000 രൂപ നേരിട്ട് കർഷകർക്ക് കൈമാറുന്നു. അതുപോലെ ഓർഗാനിക് വാല്യൂ ചെയിൻ പ്രകാരം 3 വർഷത്തേക്ക് ഒരു ഹെക്ടറിന് 46,500 രൂപ നൽകുന്നു. ഇതിൽ ജൈവ ഇൻപുട്ടുകൾക്ക് 32,500 രൂപയും നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റമായി 15,000 രൂപയും ഉൾപ്പെടുന്നു. സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ ഉറപ്പാക്കുന്നതിനൊപ്പം കർഷകരെ ജൈവ രീതികളിലേക്ക് മാറാൻ സഹായിക്കുക എന്നതാണ് ഈ സംരംഭങ്ങളുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നാനോ വളങ്ങളുടെ ഉൽപാദനം പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരാൻ സർക്കാരിന് നിർദ്ദേശമില്ലെന്ന് രാസവളം സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി 2020-ൽ സർക്കാർ 1 ഡസനിലധികം മേഖലകളിൽ PLI പദ്ധതികൾ ആരംഭിച്ചിരുന്നു. ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ നിർമ്മാതാക്കളെ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമാക്കുന്നതിനും നിക്ഷേപം ആകർഷിക്കുന്നതിനുമായി വിവിധ മേഖലകളിൽ സർക്കാർ PLI പദ്ധതികൾ ആരംഭിച്ചിരുന്നു. സ്വകാര്യ മേഖലയുടെ നാനോ വളങ്ങളുടെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം കൊണ്ടുവരാൻ സർക്കാർ നീക്കമുണ്ടെന്ന് നേരത്തെ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ബോധവൽക്കരണ ക്യാമ്പുകൾ, വെബിനാറുകൾ, ഫീൽഡ് ഡെമോൺസ്ട്രേഷൻ, കിസാൻ സമ്മേളനങ്ങൾ, പ്രാദേശിക ഭാഷകളിലെ സിനിമകൾ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് നാനോ യൂറിയയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നാനോ യൂറിയയ്ക്ക് വളം വകുപ്പിൽ നിന്ന് സബ്സിഡി നൽകാൻ വ്യവസ്ഥയില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ നാനോ വളം പ്ലാന്റുകൾ സ്ഥാപിക്കാൻ രാസവളം വകുപ്പ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നു. നാനോ രാസവളങ്ങൾ ഇപ്പോഴും പരീക്ഷണത്തിന്റെ പ്രാരംഭ നിലയിലാണ്. അതിനാൽ നാനോ യൂറിയയും നാനോ DAPയും സ്വീകരിക്കുന്നതിലൂടെ വളം സബ്സിഡി കുറയാൻ സാധ്യതയുണ്ടെന്ന് ഈ ഘട്ടത്തിൽ കൃത്യമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജനുവരിയിൽ ആഗോള ഭക്ഷ്യവസ്തുക്കളുടെ വില കുറഞ്ഞതായി റിപ്പോർട്ട്. സസ്യ എണ്ണയുടെയും പഞ്ചസാരയുടെയും വില കുറഞ്ഞതാണ് കാരണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന റിപ്പോർട്ട്. ജനുവരിയിൽ ആഗോള ഭക്ഷ്യവസ്തുക്കളുടെ വില കുറഞ്ഞു. പഞ്ചസാര, സസ്യ എണ്ണകൾ, മാംസം എന്നിവയുടെ വിലയിൽ ഗണ്യമായ കുറവുണ്ടായപ്പോൾ പാലുൽപ്പന്നങ്ങളുടെ വില ഉയർന്നു. ചോളം ഉൽപാദനം കുറയുമെന്ന് പ്രതീക്ഷിച്ച് FAO ആഗോള ധാന്യ ഉൽപാദന വ്യാപാര പ്രവചനങ്ങളും പരിഷ്കരിച്ചു. പക്ഷേ അരി ഉൽപാദനം റെക്കോർഡ് ഉയർന്ന നിലയിലായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക